ഈ ചീര ഞാൻ 4 മാസം മുന്നേ വാങ്ങി സ്റ്റോർ ചെയ്തതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? എന്നാൽ ഈ ചീര ഞാൻ 4 മാസം മുന്നേ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ചീരയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് നോക്കിയാലോ? അങ്ങനെ ഞാനും മക്കളും കൂടിയിട്ട് ചീര വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ചീര ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും കിട്ടും. പക്ഷേ പാലക് ചീര അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഞാൻ എപ്പോഴും വാങ്ങുന്ന ഷോപ്പിലെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പാലക് ചീര വരുമ്പോൾ എന്നെ ഫോൺ വിളിക്കണമെന്ന്. അങ്ങനെ ചേച്ചി ചീര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു, പാലക് ചീര. അപ്പം ഞാനത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എപ്പോഴും തന്നെ കിട്ടാറില്ലാത്തതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇതൊക്കെ കാണുമ്പം എന്തിനാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അന്നൊന്ന് വേണ്ടത് അന്നൊന്ന് വാങ്ങി കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ പോരെ എന്നൊക്കെ കുറച്ച് പേര് കമൻസ് ഇടാറുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കങ്ങനെ എന്നും പോയി മേടിച്ച് ഷോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ഒക്കെ യൂസ് ചെയ്യാൻ സമയമുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അതാണ് ഏറ്റവും സേഫായിട്ടും ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേ എന്നെപ്പോലെ എന്നും ഷോപ്പിൽ പോകാൻ സമയമില്ലാത്തവർക്ക് ഞാൻ ഈ കാണിച്ചു തരുന്ന മെത്തേഡ് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഇതൊക്കെ സേഫാണോ, ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നാഷണൽ സെൻറ്റർ ഫോർ ഹോം ഫുഡ് പ്രിസർവേഷൻ പറയുന്നത് നമുക്ക് 8 മാസം മുതൽ 12 മാസം വരെ വെജിറ്റബിൾ ബ്ലാഞ്ച് ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുണങ്ങൾ നഷ്ടപ്പെടാതെ യൂസ് ചെയ്യാമെന്നാണ്. അപ്പം ഞാൻ വീട്ടിൽ ചീരയൊക്കെ വാങ്ങിച്ചു വന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പും വിനാഗിരിയും വെള്ളവും ചേർന്ന മിശ്രിതത്തിലോട്ട് നമ്മുടെ ചീര മുക്കി വയ്ക്കുകയാണ്. കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും മുക്കി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചീരയിൽ ഒരുപാട് മണ്ണും അഴുക്കും പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു 5-6 തവണ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മഞ്ഞ നിറമുള്ള ഇല വന്നിട്ടുണ്ടാവും, പഴുത്തുപോയ ഇലകൾ, അതുപോലെ വേറെ ചെടികളുടെ ഇലകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടാവും, ഇതിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പെറുക്കി മാറ്റി ഏറ്റവും നല്ലത് മാത്രം എടുക്കുക. സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളതും ഏറ്റവും നല്ലത് ക്വാളിറ്റിയുള്ള സാധനം മാത്രമാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾക്ക് 6 മാസം ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കളറോ ഗുണമോ ഒന്നും നഷ്ടപ്പെടാണ്ട് നമുക്ക് കിട്ടുക. പിന്നെ പാലക് ചീര ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഈ പാലക് ചീര ഉപയോഗിച്ച് നമ്മൾ പരിപ്പ് കറിയിൽ പാലക്ക് ചേർത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ പാലക് പനീർ, അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ ഈ വീഡിയോയിൽ പാലക് പനീർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ ഏറ്റവും ഒരു ടേസ്റ്റി ആയിട്ടുള്ള വേർഷൻ കാണിച്ചു തരാം. ഇതുപോലെ ബ്ലാഞ്ചിങ് മെത്തേഡിൽ ചക്ക, ഫ്രൂട്ട്സ്, കോക്കനട്ട് ഒട്ടിപ്പിടിക്കാതെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെത്തേഡ്, അങ്ങനെ കുറേ മെത്തേഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെപ്പോലെ എന്നും ഷോപ്പിങ്ങിന് പോകാനോ അല്ലെങ്കിൽ ഒരുപാട് സമയം അടുക്കളയിൽ ചിലവഴിക്കാനില്ലാത്തവർക്കൊക്കെ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ വേണ്ടവർ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ -18°C അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രീസറിൽ വെക്കുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കാലത്തേക്ക് സേഫായിട്ട് കിട്ടുക.
പിന്നെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോവില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു ദിവസമൊക്കെ കറണ്ട് പോയാലും ഫ്രീസറിലിരിക്കുന്ന സാധനങ്ങൾ അങ്ങനെ ചീത്തയാവാറില്ലല്ലോ. അത് നന്നായിട്ട് ഫ്രീസായിട്ടല്ലേ ഇരിക്കുന്നത്. പിന്നെ ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറേ നാളിത് ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളൊരു 10, 20 മിനിറ്റ് മുൻപേ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം അതൊരു നോർമൽ ടെമ്പറേച്ചറിലോട്ട് വന്നതിന് ശേഷമാണ് കുക്ക് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള പച്ചക്കറികളും അല്ലെങ്കിൽ ഞാൻ കടലയൊക്കെ വേവിച്ച് വെക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. അതൊക്കെ ഇപ്പം മീനോ അല്ലെങ്കിൽ മീറ്റോ അങ്ങനെയൊക്കെ ആണെങ്കിൽ തലേദിവസം നിങ്ങൾ ഫ്രീസറിൽ നിന്നെടുത്ത് രാത്രിയിൽ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും. പക്ഷേ ഇതുപോലെയുള്ള വെജിറ്റബിളും നമ്മുടെ കടല പോലെയുള്ള സാധനങ്ങളൊക്കെ ഫ്രീസറിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് തന്നെ അത് മെൽറ്റായി നമുക്ക് കുക്ക് ചെയ്യേണ്ട പരുവത്തിലോട്ട് കിട്ടാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഞാനങ്ങനെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് അതിൻ്റെ വെള്ളം വാർന്ന് പോവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഞാനിത് ഒരുപാട് തവണ കഴുകി. ഇത് കണ്ടോ, ഈ ചുവന്ന ചീരയിലാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മണ്ണുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അരിപ്പയിൽ നിന്ന് വെള്ളമെല്ലാം വാർന്ന് പോവാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ അവിടെ വെച്ചു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിനി ബാക്കി പ്രോസസ്സൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളിതിന് മുന്നത്തെ ബ്ലാഞ്ചിങ് മെത്തേഡ് പോലെ തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് നിറയെ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചീരയെല്ലാം നമ്മൾ അതിലേക്ക് ഇടുകയാണ്. 2 മിനിറ്റ് സമയമാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യേണ്ടത്. 2 മിനിറ്റിൽ കൂടിപ്പോകേണ്ട ആവശ്യമില്ല. മാക്സിമം 3 മിനിറ്റ് സമയം. അപ്പോൾ 2 മുതൽ 3 മിനിറ്റ് സമയത്തേക്ക് നമ്മൾ ഈ ചീരയെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഈ തിളച്ച വെള്ളമാണേ അതിലേക്കൊന്ന് മുക്കി വെക്കുന്നു. വെള്ളത്തിൽ ഉപ്പിടേണ്ട ആവശ്യമുണ്ടോയെന്ന് ആരൊക്കെയോ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് സമയം ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിതെടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. അപ്പം ഒന്നുകിൽ നിങ്ങൾ നോർമൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇടുക. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ നിറയെ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഇലകൾ ഇട്ട് അതിൻ്റെ കുക്കിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അത് ഓവർ കുക്കായി പോകും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഈ 3 മിനിറ്റ് സമയം ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തണുത്ത വെള്ളവും റെഡിയാക്കി വെക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് അതിൻ്റെ അകത്ത് കിടക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ ചീരയിലെ ചൂടൊക്കെ പോയി അത് അതിൻ്റെ കുക്കിംഗ് അവിടെ സ്റ്റോപ്പായി അതൊരു നോർമൽ കണ്ടീഷനിലേക്ക് വരും. പിന്നെ അത് അവിടുന്ന് ജസ്റ്റ് ഒരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റിയാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്താൽ ക്യാൻസർ വരില്ലേ എന്നൊക്കെ ഞാൻ കമൻറ്റ് കണ്ടിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്താൽ ക്യാൻസറൊന്നും വരില്ല. ഇതൊക്കെ പണ്ടുകാലം തൊട്ടേ ഉള്ള മെത്തേഡാണ്. പിന്നെ ഇത് സേഫാണോ? ഇങ്ങനെ ബ്ലാഞ്ചിങ് മെത്തേഡിൽ വെജിറ്റബിൾ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് സേഫാണോന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പാലക് ചീരയാണ് ബ്ലാഞ്ച് ചെയ്ത് വെച്ചത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ സാദാ പച്ചച്ചീരയാണ്. അപ്പം അതും സെയിം മെത്തേഡിൽ ആ സെയിം വെള്ളത്തിലോട്ട് തന്നെയാണ് ഞാൻ ഇട്ടത്. അല്ലെങ്കിൽ ഇത്രയും വെള്ളം തിളച്ച് വരാൻ വീണ്ടും കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് തന്നെ ആ പച്ചച്ചീരയും ഇട്ടു. അതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് സമയത്തേക്ക് മുക്കി വെച്ചു. ആ 2 മിനിറ്റ് സമയം കൊണ്ട് ഇത് കുക്കാവുന്ന ആ ഒരു 2 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ ആദ്യം അരിപ്പയിൽ ഇട്ട് വെച്ചിരുന്ന നമ്മുടെ പാലക് ചീര ഞാൻ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അതിലെ വെള്ളമൊക്കെ കുറച്ചങ്ങ് പിഴിഞ്ഞ് നമുക്കിപ്പോൾ ഇതൊരു ബോള് പോലെ കിട്ടിയല്ലോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പരിപ്പ് കറിയിലൊക്കെ ചേർക്കാൻ അല്ലെങ്കിൽ തോരൻ വെക്കാനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഈ ബോള് പോലായ ഈ ഒരു പരുവത്തിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. 6 മാസം വരെയും സേഫായിരിക്കും. പിന്നെ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. അത് ഫ്രീസറിൽ വെക്കുമ്പോഴേ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാണ്ട് നമ്മൾ വെക്കേണ്ടത്. പിന്നെ വെള്ളം ഒട്ടും ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിലാണ് ഈ ഒട്ടിപ്പിടിക്കാതെ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടുക. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മെൽറ്റായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും ഒരു 20 മിനിറ്റിൽ കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ പാലക് ചീര ഞാൻ അങ്ങനെ വെച്ചതിന് ശേഷം ഇപ്പം ഞാൻ എടുക്കുന്നത് നമ്മുടെ സാദാ പച്ചച്ചീരയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തണ്ട് മാത്രമേ ഉള്ളോ, ഇതിൻ്റെ ഇലയെല്ലാം വാടിപ്പോയോ അങ്ങനെ തോന്നലുണ്ടാവും. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് വാടിയതുപോലെ ആവുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ടേസ്റ്റിനോ ഫ്രഷ്നെസ്സിലോ ഒന്നും വ്യത്യാസം വരുന്നില്ല. ഇലയെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതും നമുക്കിതുപോലെ തന്നെ ഐസ് വാട്ടറിലോട്ട് ഇടാം.
ഐസ് വാട്ടർ ഇത്രയും ഇല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടാലും മതി. അപ്പോൾ ഇട്ട് ഇതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒരു മിനിറ്റ് വെച്ച് ഇതിൻ്റെ ആ കുക്കിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഓവർ കുക്ക് ആകാതെ നമ്മൾ അതിനെയും എടുത്ത് അരിപ്പയിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതും സെയിം മെത്തേഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാനിതൊരു ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഞാനിതിലെ വെള്ളം എല്ലാം കളഞ്ഞെടുത്തത്. ഇനി ഞാൻ അതിന് ശേഷം ആ നേരത്തെ തിളപ്പിച്ച അതേ വെള്ളത്തിലോട്ട് തന്നെ നമ്മുടെ ചുവന്ന ചീരയും ഇടുകയാണ്. 2 മിനിറ്റ് കുക്ക് ചെയ്യുന്നു. അതിനുശേഷം എടുത്ത് ഐസ് വാട്ടറിലേക്ക് 1 മിനിറ്റ് ഇടുന്നു. അതിനുശേഷം അരിപ്പയിലേക്ക് അരിച്ചെടുത്ത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെക്കുന്നു. എല്ലാ ചീരയും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ വേറെ ഒരുപാട് ഇലക്കറികളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഈ 3 എണ്ണേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇലക്കറികളുടെ കൃഷിയൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് വിളവെടുക്കുന്ന ഏകദേശം എല്ലാതും ഒരേ സമയത്തായിരിക്കുമല്ലോ. അപ്പം അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കറിയൊക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 6 മാസത്തേക്ക് വരെ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം. ഞാനിത് വീണ്ടും എന്താ പറയണതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഒരുപാട് പേരിങ്ങനെ ഒത്തിരി ഡൗട്ടോടുകൂടി കമൻ്റ് ഇടാറുണ്ട്, ഇത് സേഫ് ആണോ എന്ന്. ഇത് സേഫാണ് കേട്ടോ. ഇത് യൂറോപ്യൻസൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടത്തില്ലേ പ്രിസർവ് ചെയ്ത സാധനങ്ങൾ. അതൊക്കെ അവരൊക്കെ ഈ മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ പാലക് ചീര നമ്മൾ ആ ബോളാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന അടുത്തൊരു മെത്തേഡാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക എന്നുള്ളത്. ഞാനിത് പാലക് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു പ്ലേറ്റിലോ അല്ലെ എന്തിൻ്റെ അകത്തെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ ഇതുപോലെ ആക്കി വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഫ്രീസ് ചെയ്യാനുള്ള എളുപ്പത്തിന് പിന്നീട് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു കട്ടയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സമയത്ത് കുക്ക് ചെയ്യുമ്പോൾ ഇത്രയും ആവശ്യമില്ലല്ലോ. ഇത് 1 കിലോ പാലക് ചീരയുടെ അരച്ചതാണിത്. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചാണെന്ന് തോന്നും. പക്ഷെ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ ഇത്രയും ആവശ്യമില്ല കേട്ടോ ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഞാനതെല്ലാം കൂടി ഒരു അരമണിക്കൂറത്തേക്ക് ഫ്രീസറിൽ വെക്കുകയാണ്. ഞാൻ അരമണിക്കൂർ മിനിമം ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ സമയത്തേക്കൊക്കെ ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം ഞാനൊരു 2 പരന്ന പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇതിലെ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടി വെക്കുകയാണ്. ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിലധികമായിട്ടുള്ള വെള്ളം ഓൾറെഡി നമ്മൾ അരിപ്പയിൽ വെച്ചെടുത്തതാണ്, വെള്ളമൊക്കെ ഊർന്നു പോയതാണ്. പിന്നെ ഇതിലധികമായിട്ടുള്ള ഇനി വെള്ളമുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അടുത്തൊരു ഫാനും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു 10-20 മിനിറ്റും കൊണ്ട് എനിക്ക് നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് കിട്ടി. ഇനി ഞാനിത് നമ്മളധികവും ചീര നമ്മൾ മലയാളികൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വറവ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എടുക്കുമ്പോൾ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാതെ ഇങ്ങനെ വെച്ചാലും ഓക്കെയാണ്. പക്ഷെ നമ്മൾ പിന്നെ ആ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ അതൊരു ഇരട്ടിപ്പണിയായിരിക്കും. പിന്നെ അന്നേരം എടുത്ത് അതിൻ്റെ ആ ഒരു ഫ്രോസൺ പരുവം മാറണം, അതിനുശേഷം കട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് ഒരു ദിവസത്തെ തോരൻ ആവശ്യമായിട്ടുള്ളത് ഓരോ എയർ ടൈറ്റ് കണ്ടെയ്നറുകളിലോട്ട് ആക്കുകയാണ്. ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഫ്രീസറിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിത് 2 ദിവസത്തേക്കുള്ളതാണ് ഇങ്ങനെ വെക്കുന്നത്.
അപ്പോൾ ചീരത്തോരന് വേണ്ടിയിട്ടുള്ളത് ഞാനിങ്ങനെ 4 പാത്രത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴാണോ കറി വെക്കേണ്ടത് അന്നേരം ജസ്റ്റ് എടുത്തിട്ട് തേങ്ങയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഭയങ്കര എളുപ്പമാണ്. ഒരു 5 മിനിറ്റും കൊണ്ട് നമുക്ക് കറി റെഡിയാവും ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ പാലൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചില്ലേ, അതും കൂടി നമുക്ക് എടുത്തിട്ട് എങ്ങനെയാണ് എടുത്ത് വെക്കേണ്ടതെന്ന് നോക്കാം. ഇത് കണ്ടോ, 1 മണിക്കൂർ സമയം കൊണ്ട് ഇത് നന്നായിട്ട് ഫ്രോസൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗമേ നന്നായിട്ട് കട്ടയായിട്ടുള്ളൂ, അടിവശമൊന്നും അത്ര സെറ്റായിട്ടില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്കിത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് എടുക്കുന്ന സമയത്ത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ ഓരോ പീസ് കുട്ടികൾക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ബട്ടറിൽ സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തിയാണ്. ആദ്യമൊന്നും ഒരുപക്ഷെ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും ടേസ്റ്റ്. പക്ഷേ അത് നമ്മൾ വീണ്ടും വീണ്ടും കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് ഇഷ്ടമാക്കി എടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് പാലക് ചീര. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞാനിങ്ങനെ ഇത് പാസ്തയിലൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമൊന്നും അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം വളരെ ഇഷ്ടമാണ്. ഫ്രീസറിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ചീരയും ഇതും എല്ലാം നമുക്ക് ഒരുപോലെ തോന്നും അല്ലേ, ഫ്രീസായി കഴിയുമ്പോൾ. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെക്കുന്ന പാത്രം വേറെ രീതിയിലുള്ളതോ, ഇപ്പം ഞാനിപ്പം ഇതിന് പിങ്ക് അടപ്പാണ്, അതിന് ഗ്രീനാണ്, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇത് വെച്ചിട്ട് പാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ കൊണ്ടിട്ട് ഫ്രീസറിൽ വെക്കട്ടെ. ഇനി ഞാൻ അടിപൊളി ഒരു പാലക് പനീറിൻ്റെ റെസിപ്പി കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യാൻ വെച്ച പാലക്കിൽ കൂട്ട് ഞാൻ കുറച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ ഓൾറെഡി ഫ്രീസ് ചെയ്തുകൊണ്ട് ഇതിനെ ഒന്ന് മെൽറ്റായി കിട്ടണം. അത് ഞാൻ മെൽറ്റാകാൻ വേണ്ടിയിട്ട് അതെടുത്ത് മാറ്റി വെച്ചു. ഇനി അതിലേക്ക് ഇത് പനീറാണ്. പനീർ എങ്ങനെയാണ് സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത്, അതെങ്ങനെയാണ് ലോങ് ടൈമിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ അതായിരുന്നു. അപ്പോൾ അതിലും ഞാനൊരു ബട്ടർ പനീറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഏറ്റവും സേഫായിട്ടും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പനീർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തതാണല്ലോ പനീർ, അപ്പോൾ അത് നല്ല ഫ്രോസൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടും പനീർ കൂടുതൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടും അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളങ്ങനെ മുക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കാം. ഇതിലേക്ക് ഞാൻ 2 ഓനിയനും 2 ടൊമാറ്റോയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3-4 ചെറിയുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പം നല്ല വൃത്തിക്കൊന്നും കട്ട് ചെയ്യണമെന്നില്ല, മീൻസ് നല്ല ഷേപ്പിലൊന്നും കട്ട് ചെയ്യണമെന്നില്ല, കാരണം നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. ഇനി നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പാലക് പനീർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു പീസ് ബട്ടറാണ് ചേർത്തത്. നിങ്ങൾക്ക് ബട്ടറൊന്നും തീരെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണ ചേർത്തും ഉണ്ടാക്കാറുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്തു. അതൊന്ന് ജസ്റ്റ് സോട്ടായി വന്നപ്പം അതിലേക്ക് നമ്മുടെ പനീർ ചേർത്തു. തീ കുറച്ച് വെക്കണം. ഞാൻ കുറച്ച് വെക്കാൻ മറന്നുപോയി. ക്യാമറ ഉള്ളപ്പോൾ പല കാര്യങ്ങളും മറന്നു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 1 മിനിറ്റ് മതി ഒരു സൈഡ്. ഒരു 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാനൊന്ന് മറിച്ചിട്ടു. അങ്ങനെ 2 സൈഡും കൂടി ഒരു 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ആ ബട്ടറിൻ്റെയും ആ ഗാർലിക്കിൻ്റെയൊക്കെ ജസ്റ്റ് ടേസ്റ്റ് അതിലേക്കൊന്ന് പിടിച്ച് കഴിയുമ്പോൾ തന്നെ അതിങ്ങോട്ട് കോരി മാറ്റുക. അപ്പം നമ്മുടെ ആ പാത്രത്തിൽ ആവശ്യത്തിന് ബട്ടറുണ്ട്. ഇനി അതിൽ ഒട്ടും ഓയിലില്ലാതെ ഡ്രൈ ആയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒരു ഇത്തിരി കൂടി ചേർക്കുക. പിന്നെ ബട്ടർ ചേർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗാർലിക്കും ജിഞ്ചറും ടൊമാറ്റോയും ഒനിയനും എല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ഞാൻ ചേർത്തത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ്
കാഷ്യൂനട്ട് ഏകദേശം ഒരു 10 എണ്ണം ഉണ്ടാവും. കാഷ്യൂനട്ടും കൂടി ചേർത്തു. കാഷ്യൂനട്ടിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ അനുസരണം ചേർക്കാം. അപ്പോൾ കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാവുള്ളൂ. ഇനി അതിൻ്റെ ആ മസാലകളൊക്കെ ഒന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ മറ്റൊരു പാന് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വീണ്ടും ഒരു പീസ് ബട്ടർ ചേർത്തു. ആ ബട്ടറിലേക്ക് ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും ഒരു 2 ഗ്രാമ്പൂ, 2 ഏലക്ക ഇതെല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ടൊമാറ്റോയും ഒക്കെയുള്ള ആ മസാല മിക്സ് അങ്ങ് ചേർത്തു. എന്നിട്ട് ഇതിനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അത് നമ്മുടെ ബട്ടറിൽ കിടന്ന് ഒന്ന് എണ്ണ തെളിയുന്ന പരുവാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ആകാൻ വെച്ചിരുന്ന നമ്മുടെ പാലക്ക് കൂടി ചേർക്കാം. ഇതിപ്പം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. പാലക്ക് ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ട് ബ്ലാഞ്ച് ചെയ്തതിന് ശേഷം എടുത്ത് മിക്സിയിൽ അരച്ച് ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ ഒറിജിനൽ പാലക് പനീർ ഉണ്ടാക്കുന്നതും. അപ്പം ഞാനിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ചെയ്തതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ആ ടൊമാറ്റോയുടെ മസാലയും പിന്നെ നമ്മുടെ പാലക്കും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല കളറാണ് ഇതിന്. ഇനി കുറച്ചൊരു ഓയിലിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയിട്ട് ഞാനൊരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടറിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ്, അത് വളരെ തിക്കായിരുന്നു, അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പനീറും കൂടി ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ കളറ്. ഇങ്ങനെ ഒരു ഗ്രീൻ കളറ് കറിയൊക്കെ നല്ല വെറൈറ്റി അല്ലേ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കസ്തൂരി മേത്തി ചേർക്കാം, അതുപോലെ മല്ലിയില ചേർക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല. കസ്തൂരി മേത്തി മേടിക്കാനും മല്ലിയില മേടിക്കാനും ഞാൻ മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി. ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആ ഒരു രീതിയിൽ ചേർക്കാവുന്നതാണ്. തീരെ ഇഷ്ടമില്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റും ആ കാഷ്യൂനട്ടിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ പാലക് പനീർ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് മാറുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇത് മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് മീലായി. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ സെർവ് ചെയ്യുകയാണ്. ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിലാണ് ഇത് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മുടെ നാടൻ ഫുഡായ അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അതിൻ്റെ കൂടെയൊന്നും അത്ര സെറ്റ് ആവില്ലായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നോ പാലക് പനീർ? അത് കഴിച്ചിട്ടുണ്ടോ? എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇത് കഴിച്ചിട്ടില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാനും ഇതെങ്ങനെയുണ്ടെന്ന് അറിയാനും ഒക്കെ ഒരു പ്രചോദനമാകുമല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയും കുറച്ച് ലോങ് ആയിപ്പോയി. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലൊരു നല്ല വീഡിയോയുമായി പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.